MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ രുചികരമായൊരു പയർ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 1 കപ്പ് വൻപയർ 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ്. പയർ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പയർ കുതിർക്കാതെയും നമുക്കിത് ഉണ്ടാക്കാം. കുറച്ചധികം സമയം വേവിക്കണം എന്നേയുള്ളൂ. കുതിർത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി 10 ചെറിയുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കണം. ഉള്ളി ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇതിപ്പോൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കാം. മുളകൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റണം. ഇതിലേക്കിനി 1/4 കപ്പ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം. എന്നാലേ കറിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണിത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയർ ചേർക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ പയർ കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സാധാരണ പയർ കറി ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു ടേസ്റ്റാണിതിന്. പയർ കറി ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.